നോക്കിയ G20യുടെ സ്പെക് ഷീറ്റും പ്രൈസ് ടാഗും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, ഇതെന്ത് ജാടയാടോ? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടെന്ന് വെച്ചിട്ട് കസ്റ്റമേഴ്സിന് ഇതുപോലെ പിഴിയാൻ പാടുണ്ടോ? എൻ്റെ ഒരു ചെറിയ അനാലിസിസിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. നോക്കിയ G20യെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഒട്ടും വാല്യൂ ഫോർ മണി അല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ ചാനലിൽ ഫീച്ചർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നോക്കിയ G20 നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്നെനിക്ക് തോന്നി. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ പ്രൊഡക്റ്റ് ഒരിക്കലും കണ്ണടച്ചും പോയി നോക്കിയ എന്ന പേരുള്ളതുകൊണ്ട് മേടിക്കരുത്. നോക്കിയ G20യുടെ സ്പെക് ഷീറ്റും പ്രൈസിങ്ങും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയ കാര്യം ഇത്രയാണ്: ഒരു ബ്രാൻഡിനെ വിശ്വസിക്കുന്ന ഒരു ജനത എത്രമാത്രം കബളിപ്പിക്കുക അല്ലെങ്കിൽ പിഴിയാൻ പറ്റും? നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിനൊരു മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? G20യുടെ കാര്യത്തിൽ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നല്ല കലിപ്പിലാണല്ലോ. എന്ത് പറ്റിയോ ഇത്ര ഹാർഷായിട്ടുള്ള ക്രിറ്റിസിസംസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. ഒന്നാമത്തെ സംഗതി ഇതിൻ്റെ വിലയാണ്. 13,000 രൂപയ്ക്ക് ആണ് ഈ ഡിവൈസ് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ലോവർ എൻഡ് ആയിട്ടുള്ള 4GB 64GB വേരിയൻ്റ്. ഇനി ഇതിൻ്റെ അടുത്ത ലെവലിലോട്ട്, അതായത് റാം മെമ്മറി കോൺഫിഗറേഷൻ കൂടുമ്പോൾ പിന്നെയും വില മുകളിലോട്ട് പോകും. അടെ ഈ ഒരു വിലയ്ക്ക് ഇവരെന്താണ് ഓഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ ഇവർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ട് ഓഫർ ചെയ്യുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിലില്ല. നോക്കിയ എന്ന ബ്രാൻഡിന്, ആ ഒരു പേരിന് ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു വിലയുണ്ട്. ആ ഒരു ബ്രാൻഡ് റെഫറൻസിനെ വല്ലാതെ ഇവർ ചൂഷണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നോക്കിയ ആണല്ലോ, എന്നാൽ ആ ഫോൺ എടുത്തേക്കാം എന്ന് കരുതിയെടുക്കുന്ന ഒരു വ്യക്തിയെ പറ്റിക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പെക്കാണ് G20ക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്നിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ചിപ്പ് സെറ്റ്. പറയാൻ നാണാവുന്നു, മീഡിയടെക് ഹീലിയോ G35 ഒരു മോശം ചിപ്പ് സെറ്റല്ല. ഞാൻ എപ്പോഴേ അത് പറഞ്ഞിരിക്കുന്നു. G35നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന P35ൻ്റെ ചെറിയൊരു ഓൾട്ടേർഡ് വേർഷനാണ്. ഈ G35 ഉള്ളതുകൊണ്ട് മോശമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ വില ഒരു 8,000-9,000 ലെവലിലായിരുന്നെങ്കിൽ 7,000 മുതൽ 8,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള പല ഡിവൈസുകളിലും നമ്മൾ കാണുന്നൊരു ചിപ്സെറ്റാണ് G35. ഈ ചിപ്പുമായിട്ട് ഏറ്റവും ബേസിക് റാം മെമ്മറി കോൺഫിഗറേഷൻ വരുന്നൊരു ഡിവൈസിന് 13,000 രൂപ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയേണ്ടതാണ്. ഇനി അടുത്തത്, എന്നാൽ ഡിസ്പ്ലേയും ക്യാമറയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടോ? ഡിസ്പ്ലേയുടെ കാര്യം പറയാം. IPS LCD ഡിസ്പ്ലേ ആണ്. 720p റെസൊല്യൂഷൻ, വെറും HD+, 6.52 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. കാരണം ഇതൊരു നോർമൽ ലെവലാണ്. ഇത് നമുക്ക് പോക്കോ C3 കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഒരു അണ്ടർ 10K ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഡിവൈസുകളും നമുക്ക് ഇതിനോട് സമാനമായിട്ടുള്ള സ്പെക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ഡിസ്പ്ലേ ഉപയോഗിച്ചിരുന്ന ആ പാനലിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. ബട്ട് സുഹൃത്തെ, ഇത്രയും വലിയൊരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട്, AMOLED ഡിസ്പ്ലേ ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് LCD HD+ ഡിസ്പ്ലേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാനില്ല, അടുത്ത ലെവൽ. ക്യാമറയുടെ കാര്യത്തിൽ ഒരു ചെറിയ ആശ്വാസമുണ്ട്. പ്രൈമറി ക്യാമറ 48 മെഗാപിക്സലാണ്. സെക്കൻഡറി ക്യാമറ അൾട്രാ വൈഡ് 5 MB ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാക്രോ ക്യാമറ 2 മെഗാപിക്സലിൻ്റെ ഉണ്ട്. ഡെപ്ത് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഉണ്ട്. സെൽഫി ക്യാമറ 8 മെഗാപിക്സലിൻ്റെയാണ്. ഇതിനകത്തൊന്നും അത്ര സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല. പക്ഷേ പ്രൈമറി ക്യാമറ യെസ്, സമ്മതിക്കുന്നു, നല്ലൊരു റെസൊല്യൂഷനാണ്. ഇനി ബാറ്ററി ഒരു 5000 mAh ഉണ്ട്. ചാർജർ ഇപ്പോൾ ഫാസ്റ്റ് ചാർജർ കാണുമോ? അതൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. 10 watt. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്പെക്ക്. ഈ ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ നോക്കിയ എന്ന ബ്രാൻഡ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര വിലയിടുമായിരുന്നു? ഇതിനോട് സമാനമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ 10,000 രൂപയ്ക്കും താഴെ ലഭിക്കുമ്പോൾ നോക്കിയ എന്ന ബ്രാൻഡിനാണോ ഇത്രയധികം വില? ഇനി നോക്കിയയ്ക്ക് ചിപ്സെറ്റ് കൂടിയ റേറ്റിനാണ് കിട്ടുന്നത് എന്നൊന്നും പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് ഈസി ആയിട്ട് അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു ആർഗ്യുമെൻ്റ് അല്ല. കാരണം നോക്കിയ എന്ന് പറയുന്നത് ഒരു ചെറിയ മാനുഫാക്ചർ ആയിരുന്നു. ഇപ്പോൾ മൈക്രോമാക്സ് പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു, അവർക്ക് ചിപ്പിൻ്റെ വില കൂടുതലാണ്, മറ്റ് കമ്പനികളെ പോലെ അല്ല. ബട്ട് ഇത്രയും വലിയൊരു പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രൈസ് ഡിഫറൻസിന് എന്താണ് കാരണം?
നോക്കിയയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്നോ ഓഫ്ലൈനിൽ നിന്നോ മേടിക്കുന്ന അത്ര നല്ലൊരു ഡിസിഷനല്ല. നിങ്ങൾക്ക് മറ്റനേകം ബ്രാൻഡുകളുണ്ട്. പക്ഷേ നോക്കിയ എന്ന ബ്രാൻഡ് തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്രാൻഡിന് നിങ്ങൾക്കൊരു പ്രീമിയം പേ ചെയ്ത് ഇത്രയും വില കൂടിയുള്ള ഡിവൈസ് എടുക്കാം. ഇനി ഇത് ഇന്ത്യ ആയതുകൊണ്ടല്ലേടോ ഇങ്ങനെ, ഇവിടെ GST കൂടുതലല്ലേ, അതും ഒരു ആർഗ്യുമെൻ്റ് അല്ല. ചിലർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. ഇവിടെ ദുബായിൽ ഈ ഡിവൈസിൻ്റെ വില എന്ന് പറയുന്നത് ഇതേ റേഞ്ചിൽ തന്നെ വരും. ഇവിടെ 5% വാറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വില 10,000 മുതൽ 11,000 ഇടയ്ക്കാണ്. അപ്പോൾ 5% വാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ഫിഗർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് തന്നെ നമ്മൾ ഇന്ത്യൻ പ്രൈസിലോട്ട് കൊണ്ടുവന്ന് അവിടുത്തെ 18% GST കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോൾ ലഭിക്കുന്ന ഈ പ്രൈസിലോട്ട് വരും. അതുകൊണ്ട് നോക്കിയ ഇൻറ്റൻഷനലി ഇത് ചെയ്തിരിക്കുന്നതാണ്. ഇത് യൂറോപ്യൻ മാർക്കറ്റുകളിലൊക്കെ 14,000 മുതൽ 15,000 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. അത് വേറൊരു സിറ്റുവേഷൻ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുപോലൊരു വിലയ്ക്ക് കൊണ്ട് ഇറക്കിയിട്ട് ഇവർ നോക്കിയ എന്ന ഒരു ബ്രാൻഡ് അല്ലാതെ മറ്റ് എന്തെങ്കിലും പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ USP ബേസ് ചെയ്ത് സെല്ല് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആ ഒരു നോക്കിയ ബ്രാൻഡിനെ വല്ലാതെ മോണിറ്റൈസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറയണം എന്നെനിക്ക് തോന്നിയത്, നോക്കിയ എന്ന ബ്രാൻഡിനെ ഇപ്പോഴും വല്ലാതെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ മറ്റ് കമ്പനികളും ഇപ്പോൾ നോക്കിയയുടെ ഒപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ മേളിലൊക്കെ ഇടപിടിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ചെറിയൊരു ഐ ഓപ്പണർ വീഡിയോ ആയിരുന്നു. ഇതുപോലെ ഒരു ഹെവി റേറ്റിൽ കത്തി റേറ്റിൽ വിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.